ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് പേരായി കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പിസോഡ് ഇടാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് നമ്മുടെ എപ്പിസോഡിൽ കണ്ടൻറ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നാളെ എപ്പിസോഡ് ഇടാത്തത്. പക്ഷേ ഇനി മുതലുള്ള എപ്പിസോഡൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അത് ഷുവറാണ്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുള്ളൂ. അപ്പോൾ പ്രേമം സീരീസിൽ ഏകദേശം 700ഓളം എപ്പിസോഡുകളാണ് വരുന്നത്. 595 മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡ് ഇടുന്നതായിരിക്കും കേട്ടോ. അധ്യായം 595 കരുനീക്കങ്ങൾ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സഞ്ജയുടെ കൂർക്കം വലി കേട്ടിട്ടാണ് ലാവണ്യ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത്. അരികിൽ കിടന്ന് കൂർക്കം വലിക്കുന്ന സഞ്ജയെ കണ്ട സമയത്ത് തന്നെ ലാവണ്യക്ക് വളരെയധികം ദേഷ്യം തോന്നുകയാണ്. എന്ത് വൃത്തികെട്ട മനുഷ്യനാണിത്, മര്യാദ ഇല്ലാത്തവൻ. ഇവൻ്റെയൊക്കെ കൂടെ നടക്കേണ്ട ഒരു ഗതികേടാണല്ലോ എനിക്ക് ഇവൻ്റെ കൂടെ നടക്കേണ്ട ഗതികേടാണല്ലോ എന്നൊക്കെ പറയണ ലാവണ്യ. സഞ്ജയ് ഇതൊന്നും കേൾക്കുന്നില്ല. അയാൾ നല്ല ഉറക്കത്തിലാണല്ലോ. ഈ സമയത്തിന് ലാവണ്യ ചെവി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. അതേസമയം ലാവണ്യ സഞ്ജയുടെ മുഖത്തേക്ക് നോക്കി അവൾ പൊതിപ്പിച്ചിരിക്കുന്ന ഒരു പുതപ്പുണ്ടായിരുന്നു. ആ സമയത്തിന് ബെഡിൽ അതെടുത്തുകൊണ്ട് തന്നെ സഞ്ജയുടെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. അപ്പോൾ കൂർക്കം വലിയുടെ ശബ്ദം കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞുപോയി. പക്ഷേ തിരിഞ്ഞു കിടന്നിട്ടും ലാവണ്യക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീട് ലാവണ്യ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടക്കുകയാണ്. പക്ഷേ ആ ബാത്റൂമിൽ ഒരു ഷവർ താഴെ നിൽക്കുന്ന സമയത്തിന് ലാവണ്യക്ക് തലേ ദിവസം സഞ്ജയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും വെറുപ്പിക്കുന്നതായിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവളുടെ മനസ്സിലൂടെ ആ കാര്യങ്ങളൊക്കെ കടന്നു പോവാണ്. ഇവനെയൊക്കെ സഹിക്കേണ്ട ഗതികേട് വന്നല്ലോ എനിക്ക്. അവൻ്റെ കൂർക്കം വലി കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ തലയിലിട്ട് ഒരൊറ്റൊന്നെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇത് സഹിക്കാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. സ്റ്റാർഡൻ മീഡിയ സ്വന്തമാക്കണമെങ്കിൽ എനിക്ക് സഞ്ജയുടെ ആ സഹായം കൂടിയേ തീരൂ. ലാവണ്യ അവളോട് തന്നെ പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് അവൾ വസ്ത്രമൊക്കെ മാറ്റി കണ്ണാടിയിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഏതൊരു പുരുഷനെയും മയക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അംഗലാവണ്യം തനിക്കുണ്ട് എന്ന് ലാവണ്യക്ക് തോന്നി. താനൊന്ന് വിരൽ ഞൊരിച്ചു നിന്നാൽ തനിക്ക് ചുറ്റും പുരുഷന്മാർ അണിനിൽക്കുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാമായിരുന്നു. ആരെയും മോഹിപ്പിക്കുന്ന ശരീര സൗന്ദര്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസവും ലാവണ്യക്കുണ്ടായിരുന്നു. ഒരു നിമിഷം അവളുടെ മനസ്സിൽ സിദ്ധാർത്ഥിൻ്റെ മുഖമാണ് തെളിഞ്ഞു വന്നത്. താൻ ഇതുവരെ കണ്ടിട്ടുള്ള ആണുങ്ങളിൽ വെച്ച് തന്നെ അവഗണിച്ച ഒരേ ഒരു പുരുഷൻ അത് സിദ്ധാർത്ഥ് മാത്രമാണ്. നീലിമയേക്കാൾ സുന്ദരിയാണ് താന്. പക്ഷേ അവൻക്കെന്നിൽ അത്ര ആകർഷണമൊന്നും തന്നെ അവന് തോന്നിയിട്ടില്ല. ഇപ്പോൾ ലാവണ്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും സിദ്ധാർത്ഥിനെ തന്നെയാണ്. അവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യും, എന്ത് റിസ്ക്കും അവൾ ഏറ്റെടുക്കും. നീലിമയെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് തനിക്ക് സിദ്ധാർത്ഥിനെ സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അവൾ മനസ്സിൽ വിശ്വസിച്ചു. സുന്ദരിയായ തന്നെ പോലൊരു പെണ്ണ് അടുത്തുണ്ടായിട്ട് പോലും സിദ്ധാർത്ഥിൻ്റെ ശ്രദ്ധ പോയതും അവൻ്റെ കമ്പനിയിലെ വെറും ഒരു ജോലിക്കാരിയായിട്ടുള്ള നീലിമയിലേക്കാണല്ലോ. എന്നിട്ട് ലാസ്റ്റ് അവളെ തന്നെ അവൻ കല്യാണം കഴിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ സിദ്ധാർത്ഥിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ കാണേണ്ടി വന്നല്ലോ എന്ന് ലാവണ്യക്ക് തോന്നിപ്പോവാണ്. നീലിമ അവൻ്റെ കൂടെ കഴിയുന്ന കാര്യമോർത്തപ്പോൾ തന്നെ ലാവണ്യക്ക് അവളോട് അസൂയ തോന്നുന്നുണ്ടായിരുന്നു. സ്റ്റാർഡൻ മീഡിയയുടെ തലപ്പത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സിദ്ധാർത്ഥിനെ എൻ്റെ മനസ്സിലേക്ക് കയറ്റാൻ പറ്റും. കമ്പനിയെ ഉയർന്ന നിലയിൽ എത്തിച്ചാൽ എന്നെ അവൻ ഇഷ്ടപ്പെടും. എൻ്റെ കഴിവുകളെ കണ്ട് സിദ്ധാർത്ഥ് എന്തായാലും എന്നെ ഇഷ്ടപ്പെടുമെന്നൊക്കെ ആ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ സ്വയം പറയാണ് ലാവണ്യ. പക്ഷേ ഇതേ സമയത്തന്നെ ചുണ്ടിൽ തേച്ചിട്ടുള്ള ലിപ്സ്റ്റിക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ലിപ്സ്റ്റിക്കൊക്കെ എടുത്തു തേക്കാണ്. പിന്നീട് താൻ സ്റ്റാർഡൻ മീഡിയ CEO ആവുന്നത് ലാവണ്യ സ്വയം സങ്കല്പിച്ചു നോക്കി. കമ്പനി സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കുന്ന ആ ഒരു വിജയത്തിലേക്ക് എത്തുന്നതൊക്കെ അവൾ മനസ്സിലിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർഡൻ മീഡിയയിൽ താൻ ചെന്ന് കഴിഞ്ഞാൽ അതൊരു പുതിയ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ സിദ്ധാർത്ഥ തന്നെ ശ്രദ്ധിക്കുമെന്നുമൊക്കെ ലാവണ്യ ഓരോന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നെ എന്നിലേക്ക് എങ്ങനെയൊക്കെ ആകർഷിക്കാൻ കഴിയും അതൊക്കെ എനിക്കറിയാം. ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. മനസ്സിൽ ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ലാവണ്യ ചിരിക്കുന്നത്. പെട്ടെന്ന് സഞ്ജയുടെ കൂർക്കം വലിയ ഉച്ചത്തിലായപ്പോൾ അവളുടെ ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. ലാവണ്യ തല ചിരിച്ച് സഞ്ജയ് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ള ആ ഒരു പുതപ്പ് അത് സഞ്ജയ് തന്നെ എടുത്തു മാറ്റിയത് അവൾ പിന്നീട് കണ്ടു. മുഖമൊക്കെ ബെഡിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടാണ് സഞ്ജയ് ഉറങ്ങുന്നത്. തന്നെ പിന്നീട് സഞ്ജയ് കണ്ടതും ലാവണ്യക്ക് വളരെയധികം വെറുപ്പ് തോന്നുകയാണ്. സഞ്ജയെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് താൻ ഉപയോഗിക്കുന്നത് എന്നുള്ള സഞ്ജയെ നോക്കുമ്പോൾ ലാവണ്യക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനോടുള്ള സ്നേഹമൊന്നും അവൾക്കില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വെറുപ്പ് മാത്രമാണ് അവൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നതും. സിദ്ധാർത്ഥിൻ്റെ 7 അയലത്ത് നിൽക്കാൻ പോലും സഞ്ജയെ കൊള്ളില്ല. അവൻ്റെ കൂടെ നിൽക്കുമ്പോഴും ലാവണ്യയുടെ അവസാന ലക്ഷ്യം സിദ്ധാർത്ഥ് തന്നെയായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് സഞ്ജയ്ക്ക് അറിയില്ലല്ലോ.
ലാവണ്യയുടെ ശരീര സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതിനാൽ അവൾ പറയുന്നത് അനുസരിച്ച് തുള്ളുന്ന ഒരു പാവം മാത്രമാണ് സഞ്ജയ് ഇപ്പോൾ. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ലാവണ്യ അവളുടെ മേക്കപ്പ് ഇടുകയാണ്. പെട്ടെന്നാണ് ഫോണിൽ ഒരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ശ്രദ്ധിച്ചത്. ആ മൊബൈൽ ഫോൺ അവൾ എടുത്തു. പക്ഷേ അത് അവളുടെ ഫോണായിരുന്നില്ല, അത് സഞ്ജയുടെ ഫോണിൽ നിന്നായിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ലാവണ്യ മേശയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആ ഒരു ഫോണ്, പക്ഷേ അത് വൈഫ് എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നാണ് ഒട്ടനവധി മെസ്സേജുകളൊക്കെ വരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത്. സഞ്ജയ്, നിങ്ങൾ എവിടെയാണ്? ഞാൻ നിങ്ങളെ എത്ര തവണ ഫോണിൽ വിളിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? എന്താ നിങ്ങൾ എൻ്റെ കോളൊന്നും അറ്റൻഡ് ചെയ്യാത്തത്? നമ്മുടെ മക്കൾ നിങ്ങളെ തിരക്കുന്നുണ്ട്. നിങ്ങളെ കാണാത്തത് കൊണ്ട് തന്നെ അവരാകെ വിഷമത്തിലാണ്. എത്ര ദിവസമായി ഞാൻ നിങ്ങളെ ഒന്ന് ശരിക്ക് കണ്ടിട്ട്. ഒരു ദിവസമെങ്കിലും ഈ തിരക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾക്കൊന്ന് ചിലവാക്കിക്കൂടെ? സഞ്ജയുടെ ഭാര്യയുടെ മെസ്സേജുകളൊക്കെ കണ്ട് ലാവണ്യയുടെ മുഖം ഒന്ന് ചുളിയാണ്. പക്ഷേ അവളുടെ ചുണ്ടിൽ ഒരു പരിഹാസത്തിൻ്റെ ചിരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് പിന്നീട് ലാവണ്യയുടെ ശ്രദ്ധ ആ സഞ്ജയുടെ പേഴ്സിലേക്ക് പതിഞ്ഞത്. അവൾ തുടക്കത്തിൽ ഒരു പേഴ്സ് എടുത്തു തുറന്നു നോക്കുകയാണ്. 500ൻ്റെ കുറച്ച് നോട്ടുകൾക്കപ്പുറം പേഴ്സിലിരിക്കുന്ന ആ ഒരു ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും അവൾ കണ്ടു. അത് കണ്ട് അവളുടെ കണ്ണ് മഞ്ഞളിച്ചു. അങ്ങനെ എന്തോ ആലോചിച്ചതിന് ശേഷം ഒരു ഗൂഢമായ പുഞ്ചിരിയോട് കൂടെ തന്നെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവളുടെ ബാഗിലേക്ക് വെക്കുകയാണ് ലാവണ്യ. പിന്നെ തിരികെ ആ പേഴ്സ് മേശപ്പുറത്തേക്ക് തന്നെ വെച്ചു. ഉറങ്ങിക്കിടക്കുന്ന സഞ്ജയെ അവജ്ഞതയോടെ ഒന്ന് നോക്കിയിട്ട് ലാവണ്യ മുറിയിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. അവളുടെ മനസ്സിൽ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സിറ്റിയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളിലേക്കാണ് ലാവണ്യ അവിടെ നിന്നും പോയത്. തനിക്ക് ആവശ്യപ്പെട്ട വില കൂടിയ ഡ്രസ്സുകളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ലാവണ്യ പോയത്. അവിടെ ചെന്നപ്പോൾ വില കൂടിയതും കാണാൻ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ അവൾക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി. അവൾ തിരച്ചിൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തൻ്റെ CEO പദവിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളുമൊക്കെയാണ് അവൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമ്പിൾ ഡ്രസ്സുകളൊക്കെ അവൾ ഒരുപാട് കണ്ടു. പക്ഷേ പെട്ടെന്നാണ് ലാവണ്യയുടെ അടുത്തേക്ക് ഒരു സെയിൽസ് ഗേൾ വന്ന് പെട്ടെന്ന് അവളുടെ പേര് സാറ എന്നായിരുന്നു. വർഷങ്ങളായിട്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെയായിരുന്നു സാറ. അതുകൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സിനെയും ഡീൽ ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു കൂടെയത്. എന്തോ കാര്യമായി തരികയാണല്ലോ മാഡം. പുഞ്ചിരിയോട് കൂടിയാണ് സാറ ഇത് ചോദിച്ചത്. ഞാൻ ഉടനെ തന്നെ ഒരു കമ്പനിയുടെ CEO ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. എൻ്റെ പ്രൊഫഷനൊത്ത നല്ലൊരു ഡ്രസ്സ് തന്നെ എനിക്ക് വേണം. മാഡത്തിന് എങ്ങനെയുള്ള ഡ്രസ്സാണ് വേണ്ടത്? മാഡത്തിൻ്റെ എങ്ങനെയാണ് ഇഷ്ടം പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു തരാമെന്ന് പറയാണ് സാറ. അങ്ങനെ വിനയത്തോടു കൂടിയാണ് സാറ ലാവണ്യയോട് പെരുമാറുന്നത്. എക്സിക്യൂട്ടീവ് ലുക്ക് തോന്നിക്കുന്ന മോഡേൺ ഡ്രസ്സുകളാണ് താൻ നോക്കുന്നത് എന്ന് ലാവണ്യ പറഞ്ഞു. ഏതെങ്കിലും പ്രത്യേക ബ്രാൻഡുകൾ അങ്ങനെയുള്ള ഡ്രസ്സുകളാണോ മാഡം തിരയുന്നത് എന്നൊക്കെ സാറ് ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല, ഞാൻ നോക്കുന്നുമില്ല. നല്ല വില കൂടിയ ഡ്രസ്സുകൾ മാത്രം മതിയെന്ന് അത്രേ എനിക്ക് നിർബന്ധമുള്ളൂ. എനിക്ക് നിങ്ങൾ അത്രയും വില കൂടിയ ഡ്രസ്സുകൾ മാത്രം കാണിച്ചു തന്നാൽ മതി. ലാവണ്യയുടെ ഈ ഓരോ പറച്ചിലിലും അല്ലെങ്കിൽ ഓരോ വാക്കുകളിലും ഭയങ്കരമായിട്ടുള്ള ഈഗോ, അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡ്രസ്സ് നോക്കൂ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു ഡ്രസ്സാണിത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല, എനിക്കിതിനും കൂടുതൽ വിലയുള്ള ഡ്രസ്സാണ് വേണ്ടത് എന്ന് ലാവണ്യ പറഞ്ഞു. എന്നിട്ട് ആ ഡ്രസ്സ് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് തന്നെ വെച്ചു. ഇത് ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത ഡ്രസ്സാണ്, ഈ മോഡൽ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് സാറ റാക്കിൽ നിന്നും വേറൊരു ഡ്രസ്സ് എടുത്ത് ലാവണ്യയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് ചോദിച്ചു. പക്ഷേ ലാവണ്യക്ക് അതൊന്നും തന്നെ ഇഷ്ടമായിരുന്നില്ല. നല്ലൊരു നിലവാരം പുലർത്തുന്ന ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് എക്സിക്യൂട്ടീവായിട്ടുള്ള ഡ്രസ്സ് കാണിച്ചു തരൂ, ലാവണ്യ ചോദിച്ചു. മാഡം, ഇത് പാരീസിലുള്ള ഒരു പേര് കേട്ട ഡിസൈനറിൽ നിന്നും ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചതാണ്. അതൊന്നുമല്ല, സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തിട്ടുള്ളതാണ് ഇത് എന്നൊക്കെ സാറ പറയുന്നത്. ഇതൊരു കമ്പനി സെക്രട്ടറി ധരിക്കാനുള്ള ഒരു നിലവാരം മാത്രമേ ഉള്ളൂ. ആ ഒരു ഡ്രസ്സിനെ നോക്കിയിട്ട് ലാവണ്യ പറഞ്ഞു. സാറ എല്ലാ ഡ്രസ്സുകളും അവളെ കാണിക്കുന്നുണ്ട്. അവൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റിവെക്കുന്നുമുണ്ട്. അങ്ങനെ ഓരോ ഡ്രസ്സിലും ലാവണ്യ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാറ്റിവെക്കുന്നുമുണ്ട്. പക്ഷേ അവളുടെ മുന്നിൽ ആ ഒരു സെയിൽസ് ഗേൾ ആത്മസംയമനം പാലിച്ചു. ഇതെങ്ങനെയുണ്ട് മാഡം, ഒന്നുകൂടെ നോക്കൂ, വേറൊരെണ്ണം കാണിച്ചുകൊണ്ട് തന്നെ സാറ ലാവണ്യയെ നോക്കി ചോദിച്ചു. അവളത് നന്നായി പരിശോധിച്ചതിന് ശേഷം ഇതിലെന്തോ ഒരു ചുളിവുള്ളതുപോലെയുണ്ടല്ലോ, കാണാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ എനിക്ക് വേണം. ഈ ധിക്കാരം നിറഞ്ഞ പെരുമാറ്റം സാറമ്മയുടെ ക്ഷമ പരീക്ഷിക്കുകയായിരുന്നു. വേറെ മാഡം, നമുക്ക് വേറെ കുറച്ച് ഡ്രസ്സും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് നോക്കിയാലോ? ഇതൊക്കെ സാറ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഡ്രസ്സ് വേറൊരു ഡ്രസ്സിൻ്റെ സ്ഥലത്തേക്കാണ് സാറ ലാവണ്യയെ കൂട്ടിക്കൊണ്ടുപോയത്. നിലവാരമില്ലാത്ത ഡ്രസ്സുകളൊക്കെ കാണിച്ച് എൻ്റെ സമയം വെറുതെ നിങ്ങൾ വേസ്റ്റ് ആക്കരുത് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ വെറുതെ എൻ്റെ സമയം വേസ്റ്റ് ആക്കരുത്, ഞാൻ വേറെ ഷോപ്പിലേക്ക് പോയിക്കോളാമെന്ന് പറയാണ് ലാവണ്യ. മാഡം, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എല്ലാ ഡ്രസ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തി തരും. മാഡത്തിന് ഞാനിപ്പോൾ കാണിച്ചു തന്ന ഡ്രസ്സ് ഇഷ്ടമായതാണല്ലോ, ഞങ്ങളത് വേറെ മാറ്റി വെച്ച് തരാം.
പുഞ്ചിരിയോട് കൂടിയാണ് സാറ ലാവണ്യയോട് പറയുന്നത്. ഹോ, അങ്ങനെ നല്ല കാര്യങ്ങൾ പറയേ. ലാവണ്യം ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ വേറെ ചില മോഡലും കൂടി കാണിക്കാം. മാഡത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. അതിൽ ഇനി മാറ്റം എന്തെങ്കിലും വരുത്തണമെങ്കിൽ മാഡം പറഞ്ഞാൽ മതി, അത് ഞാൻ മാറ്റിത്തരാം. തൊട്ടടുത്ത റാക്കിൽ നിന്നാണ് സാറ വേറെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ലാവണ്യയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തൻ്റെ മുന്നിലിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും സൂക്ഷ്മതയോടുകൂടി നോക്കുകയാണ് ലാവണ്യ. പക്ഷേ അന്തരീക്ഷങ്ങളൊക്കെ ഒന്നൊരു ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് തന്നെ സാറ ചില കാര്യങ്ങൾ ലാവണ്യയോട് ചോദിക്കുകയാണ്. മാഡം ഉടനെ തന്നെ ഏതൊരു കമ്പനി ഏറ്റെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ ബിസിനസ്സിനെക്കുറിച്ച് ധാരാളം അറിവൊക്കെ ആവശ്യമില്ലേ? സാറ ചോദിച്ചു. ബിസിനസ്സിനെ കുറിച്ച് തനിക്ക് യാതൊരുവിധ അറിവുമില്ല എന്ന് കരുതിയിട്ടാണോ ഇവൾ എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് ലാവണ്യ വിചാരിച്ചു. എനിക്ക് ഈ ബിസിനസ് കൊണ്ടു നടക്കാൻ എൻ്റേതായിട്ടുള്ള ചില വഴികളുണ്ട്. ലാവണ്യ ഗൗരവത്തോടെ അത്രമാത്രം പറഞ്ഞു. നിങ്ങൾ ഏത് കമ്പനിയിലാണ് മാഡം ഏറ്റെടുക്കാൻ പോകുന്നത്? അവിടെ എന്ത് തരം ബിസിനസ്സാണ് നടക്കുന്നത്? അറിയാനുള്ള ആകാംക്ഷയോട് കൂടി തന്നെയാണ് സാറ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. താൻ സിനിമാ നടന്മാരുടെയും സംവിധായകങ്ങളുടെയും കൂടെയാണ് ഞാൻ ഇനി ജോലി ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു CEO ആവാനുള്ള മുന്നൊരുക്കത്തിലാണ് ഞാൻ. സിനിമാ ഫീൽഡിനെക്കുറിച്ച് ഒരു സാധാരണ ഒരു സെയിൽസ് ഗേളിന് അത്ര അറിവുണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഹോ, അത് തമാശയാണല്ലോ. എന്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ആരാണ് മാഡം? നിങ്ങൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമ ഏതാണ്? സാറ ചോദിച്ചു. ആ ചോദ്യം കേട്ട് ലാവണ്യയുടെ മുഖം വിളറിപ്പോയി. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. അതും പറഞ്ഞു തുടങ്ങിയാൽ ഇന്നൊന്നും സമയം മതിയാവില്ല. പക്ഷേ സിനിമയെക്കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിനക്ക് മനസ്സിലാവോ? ലാവണ്യ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഒരു കമ്പനി നടത്താമെന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമൊന്നുമല്ല. അതിന് പിന്നിൽ ഒരുപാടധികം കാര്യങ്ങളൊക്കെയല്ലേ? സാറ സാധാരണ മട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ലാവണ്യയോട് ചോദിച്ചു. പക്ഷേ ലാവണ്യ അല്ലെങ്കിൽ സെയിൽസ് ഗേളിൻ്റെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. നീ എന്താ വിചാരിച്ചത്? എനിക്ക് ഈ സിനിമാ ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണോ? നിനക്ക് കഴിവില്ലായിരുന്നെങ്കിൽ ഞാനൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലായിരുന്നാണോ? അതിന് തയ്യാറെടുപ്പുകൾക്കായിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമോ? തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ധിക്കരിച്ചിട്ടാണ് ഈ സെയിൽസ് ഗേൾ ഇതെല്ലാം തന്നോട് ചോദിക്കുന്നത് എന്ന് ലാവണ്യ മനസ്സിലാക്കി. എന്തായാലും കൂടുതൽ ചോദിച്ചാൽ തനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇതൊക്കെ ഓർത്ത് ലാവണ്യക്ക് ദേഷ്യം വന്നു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മാഡം. സിനിമാ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ കൗതുകം കൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചു പോയെന്നേ ഉള്ളൂ. സാറ അവളെ മയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചതാണ്. ലാവണ്യ ഒരു ദീർഘനിശ്വാസമൊക്കെ എടുത്തു. സെയിൽസ് ഗേളിനെ നോക്കി തിരഞ്ഞെടുത്താൽ മതി. ഇതൊക്കെ ബില്ല് ചെയ്ത് ഒന്ന് പാക്കാക്കി തന്നോളി. എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്ത് സെയിൽസ് ഗേളിന് നേരെ നീട്ടിക്കൊണ്ട് സാറ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്നും ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങി സെലക്ട് ചെയ്ത വസ്ത്രങ്ങളൊക്കെ എടുത്ത് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. സാറയുടെ അത്തരത്തിലുള്ള സംസാരമൊക്കെ ലാവണ്യ വല്ലാതെ മുഷിപ്പിച്ചിരുന്നല്ലോ. നല്ലോണം തനിക്ക് ഒന്നിനെക്കുറിച്ചും അറിയില്ല എന്നുള്ളത് ഒരു പിയർ സെയിൽസ് ഗേൾ ധരിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത് ലാവണ്യെ വല്ലാതെ തളർത്തിക്കളിയാണ്. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് ലാവണ്യ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങി നഗരത്തിലെ തിരക്കേറിയ ഒരു കോഫി ഷോപ്പിലേക്ക് കോഫി കുടിക്കാൻ പോവുകയാണ്. കോഫി ഷോപ്പിൽ ആരെയോ തിരഞ്ഞുകൊണ്ടാണ് ലാവണ്യ ഇരിക്കുന്നത്. കുറേ സമയം കഴിഞ്ഞിട്ടും ആളെ കാണാത്തത് കൊണ്ട് തന്നെ അവൾക്ക് നേരത്തെ നിരാശയൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്തൊക്കെ ക്ഷമയൊക്കെ കളഞ്ഞ് ലാവണ്യ വീണ്ടും ആ ഒരു വ്യക്തി ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. പക്ഷേ ലാവണ്യ ആ സമയത്തും അവിടെ ഒരു കോഫി ഷോപ്പിൽ ഒരാളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാവണ്യ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഈ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.